കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ജീവിതത്തിൽ ഒട്ടേറെ തിരക്കുള്ളവരാണ് നാം എല്ലാവരും തന്നെ. ശമ്പളം പറ്റുന്ന ഒരു ജോലി ഇല്ലെങ്കിൽ പോലും പല രീതിയിലുള്ള തിരക്കുകൾ കൊണ്ട് ക്ലേശിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. നമ്മുടെ ഈ തിരക്കിനിടയ്ക്ക് ജീവിതത്തിലെ പല സുപ്രധാന കാര്യങ്ങളും നാം മറന്നു പോകാനിടയുണ്ടെന്ന് എന്നതാണ് വാസ്തവം. ജീവിക്കുവാനുള്ള നെട്ടോട്ടത്തിനിടയിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധ വയ്ക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങൾ മറന്നുകൊണ്ടുള്ള ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ജീവിക്കുവാൻ നമുക്ക് പണം വേണം എന്നത് ശരിയാണെന്നാൽ പണം ഉണ്ടാക്കാൻ വേണ്ടി കുടുംബ ബന്ധങ്ങളും ധാർമ്മിക മൂല്യങ്ങളും നാം മറക്കാമോ? നമുക്കും ജീവിക്കണം എന്നതിൻ്റെ പേരിൽ ആരെയും വഞ്ചിക്കാമോ? നമുക്ക് ജീവിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ നാം കാണാതെ പോകാമോ? നമ്മുടെ ജീവിതത്തിലെ കാതലായ കാര്യങ്ങളിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ചെയ്യാതെ പോയാൽ കാതലായ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല എന്നതാണ് സത്യം. ജീവിതത്തിലെ വ്യഗ്രതകൾക്കിടയിൽ അവയെല്ലാം നാം എളുപ്പം മറന്നുപോയി എന്നും വന്നേക്കാം. വിശുദ്ധമായ വലിയ നോമ്പിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് സ്വയം പരിശോധിക്കുകയും ജീവിതത്തിലെ അപ്രധാനവും അപ്രസക്തവുമായ കാര്യങ്ങൾക്ക് ആണ് നാം പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അതിന് സമൂലമായ മാറ്റം വരുത്തുവാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന് നാം കരുതാറില്ലേ? ഒരുപക്ഷെ നമ്മുടെ ജീവിതം ഇനി ഒരിക്കലും സന്തോഷകരവും സമാധാനപൂർണവും ആവുകയില്ല എന്നും നാം വിലപിക്കാറില്ലേ? എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നാം ഒരു കാര്യം മറന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ശരിപ്പെടുത്തിയെടുക്കാൻ സാധിക്കാത്ത ഒരു കാര്യവുമില്ല എന്നുള്ള വസ്തുത. ഒരുപക്ഷെ രോഗമാകാം നമ്മുടെ ജീവിതത്തെ തച്ചുടയ്ക്കുന്ന ദുരന്തം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളോ വ്യക്തിബന്ധങ്ങളിലെ തകർച്ചകളോ ആകാം. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നാം ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പരിഹരിക്കാനും ശരിപ്പെടുത്തുവാനും സാധിക്കാത്തതായി ദൈവം തമ്പുരാൻ ഒന്നുമില്ല എന്നുള്ള സത്യമാണ്. നമ്മുടെ ജീവിതം ഏതെങ്കിലും കാരണവശാൽ ഛിന്ന ഭിന്നമാകുമ്പോൾ നാം തിരിയേണ്ടത് ദൈവത്തെങ്കിലേക്കാണ്. സ്നേഹനിധിയായ ദൈവം തമ്പുരാൻ തീർച്ചയായും അപ്പോൾ നമ്മുടെ സഹായത്തിനെത്തും. അതുപോലെ അവിടുന്ന് നമ്മുടെ ജീവിതം മുമ്പത്തേതിനേക്കാൾ കൂടുതലായി സന്തോഷകരവും സമാധാനപൂർണ്ണവും ആക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, അതേ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. നാം എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമായാൽ പോലും നമ്മെ നിമിഷ നേരം കൊണ്ട് നല്ല സ്ഥിതിയിലാക്കുവാൻ കഴിയുന്നവനായ ഒരു തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ ഈ നാളുകളിൽ ഈ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഭരിക്കട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജോൺ പോൾ കോർ എപ്പിസ്കോപ്പ അച്ഛൻ.